ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഒരു മീൻകറിയുടെ റെസിപ്പി നോക്കാം. വളരെ ടേസ്റ്റുള്ള ഒരു അടിപൊളി മീൻകറിയാണ്. ഈ ഒരു മീൻകറി ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ നിങ്ങൾ വീട്ടിലെ സ്റ്റാറായി മാറും. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചൂരമീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. 700 ഗ്രാമോളം ഫിഷാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളും നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചൂടായ ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങാ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 3 വെളുത്തുള്ളിയും കൂടി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്നുകൂടി തേങ്ങ മൂപ്പിച്ചെടുക്കാം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് പൊടികളെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. തേങ്ങ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ആറാനായിട്ട് വയ്ക്കാം. ആറിയ ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കറി അങ്ങ് റെഡിയാക്കി എടുത്തേക്കാം. അപ്പോൾ അതിനായിട്ട് ചൂടായ മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കടുക് കൂടി ചേർത്ത് കൊടുത്തു. കടുകൊക്കെ പൊട്ടിയ ശേഷം 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. 2-3 ചെറിയുള്ളിയും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. വറുത്ത തേങ്ങ അരച്ചെടുത്തപ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാണ് ഞാൻ അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരല്പം വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ടോട്ടൽ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ വറുത്തരച്ച കറിയൊക്കെ ആകുമ്പോൾ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു നല്ല കളറൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. വെള്ളത്തിലിട്ട് വെച്ചിരുന്ന 3 കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇതുപോലെ തിളപ്പിക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കിടന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ചുറ്റിച്ചും കൂടി കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് വറ്റി വരട്ടെ. ഇതുപോലെ നല്ല പാകത്തിന് വറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഇരിക്കുമ്പോൾ ഇതൊന്നുകൂടി കുറുകി വരും. ഇതൊന്ന് തണുത്ത് വന്ന ശേഷം ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല പാകത്തിന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി കളറിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദേശം കട്ടിയുള്ള ഏത് മീനുകളും ഇതുപോലെയൊക്കെ ഒന്ന് വെച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇരിക്കും തോറും നല്ല ടേസ്റ്റ് കൂടി വരും. ഇതിൻ്റെ രുചി എത്രത്തോളം ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇതുപോലൊരു വറുത്തരച്ച മീൻകറി ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? നല്ല ചൂട് ചോറിൻ്റെയും അപ്പത്തിൻ്റെയും അതുപോലെ ചപ്പാത്തിക്കും കപ്പയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു മീൻകറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കൂടെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.